സാമ്പത്തിക സർവേയിൽ കേരളത്തിന് ആവോളം പ്രശംസയും ഒരു മുന്നറിയിപ്പും. കുടുംബശ്രീ, വാട്ടർ മെട്രോ ഉൾപ്പെടെയുള്ള പദ്ധതികൾ പരാമർശിച്ചാണ് കേരള മോഡലിനെ അഭിനന്ദിച്ചത്. അതോടൊപ്പം കേരളത്തിലെ സ്ത്രീകൾക്ക് ശരീരഭാരം കൂടുന്നതായും ബജറ്റിന് മുൻപ് ലോക്സഭയിൽ ധനമന്ത്രി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഗ്രാമീണ മേഖലയിൽ കൂടുതൽ സ്വാശ്രയ സംഘങ്ങൾ വേണമെന്ന് നിർദ്ദേശിക്കുന്ന സാമ്പത്തിക സർവേ ആദ്യത്തെ മാതൃകയായി പറയുന്നത് കുടുംബശ്രീയെയാണ്. രണ്ടാമത് ബീഹാറിലെ ജീവിക, മൂന്നാമത് മഹാരാഷ്ട്രയിലെ മഹിളാ മണ്ഡൽ. തൊഴിലുറപ്പിൽ രാജ്യത്തിന്റെ കണ്ണു തുറപ്പിക്കേണ്ടതാണ് കേരളത്തിന്റെ കണക്കെന്നും റിപ്പോർട്ടിൽ പറയുന്നു. രാജ്യത്തെ 0.1% ദരിദ്രർ മാത്രമുള്ള കേരളമാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലെ രാജ്യത്തിന്റെ 4% ഫണ്ടും വിനിയോഗിച്ചതെന്നാണ് സർവേയുടെ കണ്ടെത്തൽ. തമിഴ്നാടും കേരളവും ചേർന്ന് 51 കോടി തൊഴിൽ ദിനങ്ങളാണ് സൃഷ്ടിച്ചത്. തൊഴിലുറപ്പ് കൂലിയിലുമുണ്ട് കേരളത്തിന് പ്രശംസ. ഹരിയാനയും കേരളവും തമിഴ്നാടുമൊക്കെ ദേശീയ നിലവാരത്തേക്കാൾ ഉയർന്ന കൂലി നൽകി സ്ത്രീകളെ ശാക്തീകരിക്കുകയാണ്. സുഗന്ധവ്യഞ്ജനങ്ങൾ സംസ്കരിച്ച് ഉന്നത നിലവാരമുള്ള ഒലിറസൻസ് ഉണ്ടാക്കി കയറ്റി അയക്കുന്ന കേരളത്തിലെ സിന്തൈറ്റ് ഇൻഡസ്ട്രീസ് രാജ്യത്തെ വ്യവസായങ്ങൾക്ക് മാതൃകയാകണമെന്നും സർവേ പരാമർശിക്കുന്നു. കൊച്ചി വാട്ടർ മെട്രോയ്ക്കും നിറഞ്ഞ പ്രശംസയാണ്. വികസിത രാജ്യങ്ങൾ ജലഗതാഗത സൗകര്യങ്ങളാണ് യാത്രയ്ക്കും ചരക്ക് കൈമാറ്റത്തിനുമായി ഉപയോഗിക്കുന്നത്. ഈ രീതിക്ക് സമാനമായാണ് കൊച്ചി വാട്ടർ മെട്രോ പ്രവർത്തിക്കുന്നത്. 33,000 ദ്വീപ് നിവാസികൾക്ക് പ്രയോജനകരമാവുന്ന കൊച്ചി വാട്ടർ മെട്രോ ഉൾനാടൻ ജലപാതകളുടെ സാധ്യത ഉയർത്തിക്കാട്ടുകയാണ്. അതേസമയം കേരളത്തിന് ചില മുന്നറിയിപ്പുകളും റിപ്പോർട്ടിലുണ്ട്. ഇവിടെ അമിതഭാരമുള്ള സ്ത്രീകളുടെ എണ്ണം 32.4% നിന്ന് 38.1% ഉയർന്നത് ആശങ്കയുണ്ടാക്കുന്നു. കേരളത്തിലെ 36.1% പുരുഷന്മാരും അമിത ശരീരഭാരം ഉള്ളവരാണ്. ആരോഗ്യപൂർണമായ ജീവിതമുണ്ടായില്ലെങ്കിൽ സ്ഥിതി കൈവിട്ടു പോകുമെന്നാണ് ആ മുന്നറിയിപ്പ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.